നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായുള്ള പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. മെയ് മാസ പെൻഷൻ വിതരണം എന്നാണ് ലഭിക്കുക? അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും സ്ത്രീ സുരക്ഷാ പെൻഷൻ 2000 രൂപയുടെ വിതരണം എന്നായിരിക്കും ഉണ്ടായിരിക്കുക? വീണ്ടും അപേക്ഷ ആരെല്ലാം നൽകണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ 2000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് കറക്റ്റായി തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ നൽകാനുള്ളത് മെയ് മാസത്തിലെ പെൻഷനാണ്. മറ്റന്നാളായിരിക്കും പുതിയ സർക്കാർ അധികാരത്തിൽ വരിക. അന്ന് തന്നെ മുഖ്യമന്ത്രിയും മറ്റ് സഹമന്ത്രിമാരും അധികാരം ഏൽക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്രൂവൽ നൽകും. സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 3000 രൂപയുടെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം സർക്കാർ അറിയിച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങളുടെ പ്രാരംഭ നടപടികളും അന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും 26-ാം തീയതിയോ 28-ാം തീയതിയോ ആയിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും സ്ത്രീ സുരക്ഷാ പെൻഷനും ഉണ്ട്. 2 മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. അവർക്കും 2 മാസത്തെ പെൻഷൻ 2000 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും. അതും പുതിയ മന്ത്രിസഭാ യോഗം വന്നതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. അടുത്ത തിങ്കളാഴ്ചയാണ് പുതിയ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം മന്ത്രിസഭാ വാർത്താ സമ്മേളനവും ഉണ്ടായിരിക്കും. ആ വാർത്താ സമ്മേളനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ പോലത്തെ പെൻഷനുകൾക്ക് ഇപ്പോൾ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കേസ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുകയും ആ റെഫറൻസ് നമ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അത് വെച്ച് നമ്മുടെ പെൻഷൻ അപ്രൂവലായോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ അപ്രൂവലായി കഴിഞ്ഞാൽ നിങ്ങൾ വാർദ്ധക്യ, വിധവ പെൻഷൻ പോലത്തെ പെൻഷനാണ് അപേക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരു മസ്റ്റിംഗ് കൂടി ചെയ്യേണ്ടി വരും. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ അതിനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിരിക്കും എല്ലാ ആളുകൾക്കുള്ള മസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ആ സമയത്ത് മാത്രം നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താൻ സാധിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ മാറ്റുക, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മാറ്റുക എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്ഥാപനങ്ങളിലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആളുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക്